ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രൂക്ഷവിമർശനമുന്നയിക്കുന്നതിനിടെ ആരോപണവുമായി ബി.ജെ.പി. രാഹുലിന്റെ അമ്മയും കോൺഗ്രസ് നേതാവുമായ സോണിയാഗാന്ധിക്ക് ഇന്ത്യന് പൗരത്വം ലഭിക്കുന്നതിനു മുൻപേ അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റില് ഉൾപ്പെട്ടിരുന്നെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. ഇത് നഗ്നമായ നിയമലംഘനമായിരുന്നെന്നും ബി.ജെ.പി. ഐ.പി.എൽ അധ്യക്ഷന് അമിത് മാളവ്യ പറഞ്ഞു. സാമൂഹ്യമാധ്യമമായ എക്സിലൂടെയായിരുന്നു മാളവ്യയുടെ പ്രതികരണം. തിരഞ്ഞെടുപ്പ് നിയമങ്ങളുടെ പ്രത്യക്ഷമായ ലംഘനത്തിലൂടെയാണ് സോണിയാഗാന്ധി ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിച്ചതെന്നും യോഗ്യതയില്ലാത്തവരും അനർഹരുമായ വ്യക്തികളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനും എസ്ആറിനെ എതിർക്കാനുമുള്ള രാഹുലിന്റെ താൽപര്യത്തിനു പിന്നിലെ കാരണം ഇതാകാമെന്നും അമിത് മാളവ്യ പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന്റെ ബോർഡിൽ പൂമാല ചാർത്തി ബി.ജെ.പി. പ്രവർത്തകർ. വിജയൻ മേപ്രത്, രതീഷ് കടവിൽ തുടങ്ങിയ നേതാക്കൾ പൂമാല ചാർത്തി മുദ്രാവാക്യം വിളിച്ചു. ചേറൂരിൽ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന്റെ ബോർഡിൽ ഇന്നലെ കരിഓയിൽ സി.പി.എം പ്രവർത്തകർ കരിഓയിൽ ഒഴിച്ചിരുന്നു. പിന്നാലെയാണ് ഇന്ന് ബി.ജെ.പിക്കാർ പൂമാല ചാർത്തിയത്. കുവൈത്തിൽ വ്യാജമദ്യം കഴിച്ച് മലയാളികളടക്കം 10 പേർ മരിച്ചതായി വിവരം. മരണസംഖ്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിർമ്മാണ തൊഴിലാളികൾക്കിടയിലാണ് ദുരന്തമുണ്ടായത്. മരിച്ചവരിൽ തമിഴ്നാട് സ്വദേശികളും ഉണ്ടെന്നാണ് സൂചന. വോട്ടർ പട്ടിക ക്രമക്കേടിൽ കോൺഗ്രസ് രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. വ്യാഴാഴ്ച രാത്രി 8-ന് മെഴുകുതിരി തെളിച്ച് എല്ലാ ജില്ലകളിലും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. കൂടാതെ എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ഈ മാസം 22 മുതൽ സെപ്റ്റംബർ 7 വരെ പ്രതിഷേധ റാലികളും സംഘടിപ്പിക്കും. വോട്ട് കള്ളൻ സിംഹാസനം വിട്ടുപോകുക എന്ന ടാഗിൽ സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 15 വരെ പ്രത്യേക പ്രചാരണം നടത്താനും എ.ഐ.സി.സി. യോഗത്തിൽ തീരുമാനമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുള്ള ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണത്തിൽ രാജ്യം കൊടുമ്പിരി കൊള്ളുകയാണ്. തൃശൂരിലെ വോട്ട് ക്രമക്കേടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. വോട്ട് കൂട്ടാൻ മണ്ഡലത്തിന്റെ പുറത്തുള്ള ബന്ധുക്കളെ ബി.ജെ.പി. നേതാക്കൾ പലരും തൃശൂരിലെ പട്ടികയിൽ ചേർത്ത വിവരങ്ങളാണ് ഒടുവിൽ പുറത്തുവന്നത്. മണ്ഡലത്തിന്റെ പുറത്തുള്ള ബന്ധുക്കളെയും തൃശൂരിലെ പട്ടികയിൽ ചേർത്തു എന്നാണ് വിവരം. മണ്ഡലത്തിന് പുറത്തുള്ള വോട്ടർമാരെ സ്വന്തം വീടിന്റെ മേൽവിലാസത്തിലാണ് ബി.ജെ.പി. കൗൺസിലർ വോട്ടർ പട്ടികയിൽ ചേർത്തത്. പൂങ്കിന്നത്തെ കൗൺസിലർ ആതിരയുടെ കേരളവർമ്മ കോളേജ് റോഡിലെ പള്ളിപ്പെട്ട് വീട്ടിലെ വിലാസത്തില് 6 വോട്ടുകളാണ് ഇങ്ങനെ ചേർത്തത്. ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും മുൻ ജില്ലാ പ്രഭാരിയുമായ വി. ഉണ്ണികൃഷ്ണന് വോട്ട് ഈ വീട്ടിലെ വിലാസത്തിലാണ്. പാലക്കാട് നാഗലശ്ശേരി പഞ്ചായത്തിൽ വോട്ടറായ ബന്ധുവിനെയും കുടുംബത്തെയും വോട്ടുകളാണ് ആതിര തൃശൂരിൽ ചേർത്തത്. ബീഹാറിൽ വോട്ടറുടെ പ്രായം 124 വയസ്സെന്ന് രേഖപ്പെടുത്തിയതില് വിശദീകരണവുമായി ജില്ലാ കളക്ടര്. ബീഹാറിലെ സിവാൻ ജില്ലാ കളക്ടറാണ് വിശദീകരണവുമായി രംഗത്തെത്തിയത്. 35 വയസ്സുകാരിയുടെ വയസ്സ് തെറ്റായി രേഖപ്പെടുത്തിയതെന്നാണ് കളക്ടർ പറയുന്നത്. ഇത് വാർത്തയാവും മുമ്പ് പരിഹരിച്ചെന്നും കളക്ടർ പറയുന്നു. തന്നെ അനാവശ്യമായി വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചു എന്നാണ് മിന്ദദേവി എന്ന വോട്ടറുടെ പരാതി. അപേക്ഷ ശരിയായി പൂരിപ്പിച്ചു നൽകിയതാണെന്നും മിന്ദദേവി പറഞ്ഞു. ഷൊർണൂർ മെമു ട്രെയിന് നിലമ്പൂരിലേക്ക് നീട്ടി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് ഔദ്യോഗിക സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ട്രെയിന് നിലമ്പൂരിലേക്ക് നീട്ടിയതിന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് അദ്ദേഹം നന്ദി അറിയിക്കുന്നതായി മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. 66,326 എന്നീ നമ്പറുകളിലാണ് മെമു ട്രെയിന് സർവീസ് നടത്തുകയെന്നാണ് മന്ത്രിയുടെ കുറിപ്പിലുള്ളത്. ട്രെയിന് നിലമ്പൂരിലേക്ക് നീട്ടിയ തീരുമാനം പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യം നിറവേറ്റുന്നതാണെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് പറഞ്ഞു. ഇതുപോലെയുള്ള ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.